ഇന്നത്തെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക തീയലാണ്. അപ്പോൾ ഒരു 5-8 വെണ്ടയ്ക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറുത്ത പുളി ആയതുകൊണ്ട് നല്ല പുളിയുണ്ട്, അതുകൊണ്ടാണ് കുറച്ചെടുത്ത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പുളിയുടെ ഇതനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അത് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതെല്ലാം കൂടി ഇട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു അരമുറി മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തേങ്ങയിൽ നമ്മൾ ഇടേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ. വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. അതൊക്കെ വാടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിൽ ഉലുവയൊക്കെ ഇടാറുണ്ട്. ഉലുവ ആവശ്യത്തിന് വേണമെന്നുള്ളവർ ഇടാം. എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് ഈ ഒരു വെണ്ടയ്ക്കയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെന്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളിവെള്ളം ഒന്ന് വറ്റി വരട്ടെ, വെണ്ടയ്ക്കയിൽ പിടിക്കട്ടെ, അപ്പോൾ വഴുവഴുപ്പ് കുറയും. അപ്പോൾ നമ്മൾ ആ സമയം കൂടി നമ്മൾ അരപ്പ് അരച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി നല്ല നൈസാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, നല്ല ടേസ്റ്റാണ്.